നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ലബാൻ. കുക്കുംബർ ലബാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോര് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ മോരും കുക്കുംബറും അതുപോലെ തന്നെ കുറച്ച് മിന്റ് ലീവ്സും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മോരും വെള്ളം ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ വളരെ ഹെൽത്തിയാണ്, നല്ലൊരു കൂളിംഗ് ഏജന്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന നാരങ്ങ സംഭാരത്തിന് നിങ്ങൾ തന്ന റെസ്പോൺസിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് പേര് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്ന ആലുപൂരി ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഫോട്ടോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് എങ്ങനെയാണ് കുക്കുംബർ ലബാൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലബാൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കുക്കുംബറാണ്. അതുപോലെ തന്നെ ഒരു 3-4 ഇല പുതിന, പിന്നെ 240 ml ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കട്ടത്തൈര്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. അതേസമയം നമ്മൾ സംഭാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് വേണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു പീസ് പച്ചമുളക് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അല്പം വെള്ളം, ഇത്ര മാത്രം മതി നമുക്ക് ലബാൻ ഉണ്ടാക്കാൻ കേട്ടോ. കുക്കുംബർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും തണുപ്പ് നൽകുന്ന ഒരു വെജിറ്റബിൾ ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പീൽ ചെയ്യാണ്ട് ഇതിൻ്റെ തൊലി കളയാണ്ട് ഉപയോഗിക്കാം. അതേസമയം തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ തൽക്കാലം തൊലി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ കാലത്തൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറുതായിട്ട് മേലത്തെ തൊലി അങ്ങ് കളയുക. ഒരു പീലർ വെച്ചിട്ടോ ഒരു കത്തി വെച്ചിട്ടോ നമുക്ക് തൊലി കളയാം കേട്ടോ. ഒരു ചെറിയ കുക്കുംബർ മാത്രം മതിയാവും ഈ ഒരു അളവിന്. ഒരുപാട് കുക്കുംബറിൻ്റെ ആവശ്യമില്ല. കുക്കുംബറിൽ നിറയെ വെള്ളം ഉണ്ടല്ലേ. വേനൽക്കാലത്ത് നന്നായിട്ട് നമ്മൾ കുക്കുംബർ കഴിക്കണം. വെറുതെ ഇരിക്കുന്ന സമയത്ത് 1-2 കുക്കുംബർ കഴിക്കണമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ കുക്കുംബർ ഇതുപോലെ പീൽ ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്യുക. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആണ് അല്ലേ കുക്കുംബർ. അതായത് ഒരു കുക്കുംബർ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് തുല്യമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഈ സമ്മർ സീസൺ തുടങ്ങുന്നതിനേക്കാൾ മുൻപ് തന്നെ ആയിട്ട് നമ്മൾ കുക്കുംബർ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ചൂടുകാലത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് അങ്ങ് വയർക്കും അല്ലേ. നാട്ടിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നന്നായിട്ട് വയർക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ജലാംശത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ നിറയെ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ കുക്കുംബർ കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. കുക്കുംബർ ഇത് മാത്രമല്ല, സ്കിന്നിനും ഒക്കെ വളരെ നല്ല ഒരു വെജിറ്റബിൾ ആണ്. നമ്മൾ പറയില്ലേ കണ്ണിൻ്റെ തടത്തിലെ കറുപ്പ് കളർ മാറ്റാൻ വേണ്ടിയിട്ട് കുക്കുംബറിൻ്റെ സ്ലൈസ് എടുത്ത് വെക്കാറുണ്ട്. അത് എല്ലാ ഡോക്ടേഴ്സും പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ കുക്കുംബർ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ കുക്കുംബർ വെറുതെ കടിച്ച് കഴിക്കാം, വെറുതെ ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസായിട്ട് കുടിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ലബാനായിട്ട് നമുക്ക് കഴിക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കഴിക്കുക കേട്ടോ. അപ്പോൾ കുക്കുംബർ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഞാനൊരു 2 ഇല പുതിന ഇല കഴുകിയതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിന ഇല ഇപ്പോൾ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. ഒരുപാട് ഞാൻ ഇടാറില്ല, എനിക്ക് ചെറുതായിട്ടൊരു സ്മെല്ലേ ഇഷ്ടമുള്ളൂ പുതിനയുടെ ഇലയുടെ. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് നല്ല കട്ടി തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തൈരിന് അധികം പുളി പാടില്ല ലബാൻ ഉണ്ടാക്കുമ്പോൾ. അതിലൂടെ നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ വെള്ളം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നല്ല കട്ടിയായിട്ടുള്ള ലബാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ, അതായത് ലബാൻ എന്ന് പറഞ്ഞാൽ മോരിനെ നമ്മൾ ലബാൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ടിരിക്കുന്ന ലബാനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതിലോട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും കുറച്ചിടാനേ പാടുള്ളൂ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ദാഹം കൂടും. ഉപ്പ് എപ്പോഴും കുറച്ചിടാനേ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ലതായിട്ടങ്ങ് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പം നമ്മുടെ ലബാൻ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൂടുതൽ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട. അതേസമയം കുറച്ചും കൂടെ ലൂസ് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. മോരും അതുപോലെ തന്നെ കുക്കുംബറും മിൻറ്റും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണിത്. നമ്മളിതിൽ മധുരം ചേർക്കുന്നില്ല, വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുക. നിങ്ങൾക്ക് പിന്നെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ചേർക്കേണ്ടതൊക്കെ മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുള്ള സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ലബാനാണിത്. അപ്പോൾ ഇത് കുടിച്ച് നോക്കട്ടെ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി. ഇതെന്നാണ് പറയണത്,
കറക്റ്റാണ് അതിൻ്റെ ആ പുളി എന്ന് പറയണത്. ഈ എന്താ പറയുക, ഓവർ പുളിയില്ല, അതേസമയം ചെറിയൊരു പുളിയുണ്ട്, ആവശ്യത്തിന് ഉപ്പുണ്ട്, ആ ഒരു കുക്കുംബറിൻ്റെ ഒരു ടേസ്റ്റും അതേപോലെ തന്നെ മിൻറ്റിൻ്റെ ആ സ്മെല്ലും ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. എപ്പോഴും പറയാറുള്ള പോലെ ഞാനിതിലൊന്നും ഐസ് ഇടാറില്ല. ഐസ് ഇടാണ്ട് കുടിക്കാൻ ഏറ്റവും ശരീരത്തിന് നല്ലത്. ഒരുപാട് ഐസ് വാട്ടർ നിങ്ങൾ കുടിക്കരുത്, അതേപോലെ തന്നെ ഒരുപാട് ഐസ് ഇട്ടതൊന്നും ഈ സമയത്ത് കഴിക്കരുത്. ശരീരത്തിന് അത് ദോഷം ചെയ്യും. ശരീരത്തിൻ്റെ ചൂടിനെ കൂട്ടുകയാണ് ചെയ്യുന്നത് ഐസ് ഇട്ട് കഴിഞ്ഞാൽ. ഐസ് ഇടണ്ടെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഐസിൻ്റെ അളവ് കുറയ്ക്കുക, ഇൻടേക്ക് കുറയ്ക്കുക. ദിവസത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം ഐസ് വെള്ളം കുടിക്കാനും ഐസ് ഇട്ടിട്ട് ജ്യൂസ് കുടിക്കുന്നത് ഒഴിവാക്കുക. വല്ലപ്പോഴൊക്കെ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് നോർമലായിട്ടുള്ള ടെമ്പറേച്ചറിലുള്ള തൈരാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഐസ് ഞാൻ ഇട്ടിട്ടില്ല. ഓക്കെ, നമുക്കിനി ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് സെർവ് ചെയ്യാം. രണ്ടാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പല ഫ്ലേവേഴ്സിൽ ലബാൻ ഇറങ്ങുന്നുണ്ട്. സ്ട്രോബെറി, മാംഗോ, അതുപോലെ തന്നെ ഇതേപോലെ മിൻറ്റിൻ്റെ ഉണ്ട്. അപ്പോൾ എന്തിനാണ് നിങ്ങൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്? നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കില്ലേ, ഏറ്റവും സേഫും ഏറ്റവും ഹെൽത്തിയും അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ മിൻറ്റ് ലീഫ് ഇടുകയാണ്, ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം. മിൻറ്റ് ലീഫിൻ്റെ സ്മെല്ല് ഭയങ്കര നല്ലതല്ലേ, ഭയങ്കര സൂത്തിങ് സ്മെല്ലല്ലേ. പിന്നെ ചിലവരെന്ത് ചെയ്യുന്ന അറിയാമോ, ഇപ്പം ഇത് ഞാനിപ്പോൾ ചെയ്തില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ കൂടെ അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും ലബാന്. പക്ഷേ ഞാനിപ്പോൾ പഞ്ചസാര ഇടാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഹെൽത്തി ഡ്രിങ്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിനിപ്പോൾ പഞ്ചസാര ഇടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന കുക്കുംബറാണെങ്കിൽ കുറച്ച് വലിപ്പത്തിലായിരിക്കും, അതുപോലെ തന്നെ ഉള്ളിലത്തെ കുരുവൊക്കെ കുറച്ച് കട്ടിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുക്കുംബറാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞതിന് ശേഷം മാത്രം അടിക്കാൻ മറക്കരുത് കേട്ടോ. കുരു അടിക്കാൻ പാടില്ല. ഒരുപാട് തിക്കായിട്ടുള്ള കുരുവാണെങ്കിൽ, മൂത്ത കുരുവാണെങ്കിൽ കുരുവിൻ്റെ ഭാഗം റിമൂവ് ചെയ്തതിന് ശേഷം അടിക്കാം. ഇവിടെ കിട്ടുന്ന കുക്കുംബർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഡറാണ്, ഭയങ്കര ഇളയ കുക്കുംബർ ആയതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ അരിഞ്ഞ് അരയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മളെ കുക്കുംബർ ലബാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല ഹെൽത്തിയാണ്, നല്ല റിഫ്രഷിംഗ് ആണ്. അപ്പോൾ അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. മാറ്റിയിടുന്നതാണ്, പക്ഷേ പറ്റുള്ളൂ. നീ ഇപ്പൊ നേരത്തെ ഒരു കല്ല് ഒരു ചെരുപ്പ് മറ്റേ കല്ല് വേറെ ചെരുപ്പായിരുന്നല്ലോ, എന്ത് പറ്റി? എന്തിനിപ്പോ ശരിയാക്കിയത്? ഞാൻ പാർവതില്ലാത്തതുകൊണ്ട് ഞാൻ വീൽ ചെയ്തു. നീ ടെസ് എന്നാണ് പറയുന്നത്? ഇതൊക്കെ തന്നെയാണ് വീഡിയോയിലുണ്ട്. നന്ദു ഷോളിൽ കളിക്കാൻ പാടില്ല, ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടാ നന്ദു, അമ്മ പറയാറില്ലേ? Ayush, please don't do that. Yeah. തൂത്തിറക്കലുണ്ട് മഹാസമ്മേളനം.